പേരിടാത്തൊരു ദക്ഷിണേന്ത്യൻ ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപികയാണ് ദേവി. അവളുടെ മകൻ രഘുവും ഭർത്തൃമാതാവും ഭർത്തൃ സഹോദരിയുമായി കളരിപ്പാടത്താണ് കഴിഞ്ഞുകൂടുന്നത്. ഭർത്താവായ കുഞ്ഞിക്കുട്ടനാൽ ഉപേക്ഷിക്കപ്പെട്ട ദേവിക്ക് ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതിനാൽ അവൾ തൻ്റെ ഭാവനാലോകത്തിൽ കൽപ്പിതമായൊരു ഭൂതകാലം മെനഞ്ഞെടുക്കുന്നു. സങ്കല്പത്തിലെ ഭൂതകാലത്തിൽ നിന്നവൾ പുതിയൊരു വർത്തമാനകാലത്തെ സൃഷ്ടിക്കുന്നു. അതിലൂടെ പുതിയൊരു സ്വത്വം രൂപപ്പെടുത്തുന്നു. കൽപ്പനാസൃഷ്ടമായ ഭൂതകാലത്തിൽ ദേവി പാണ്ഡവപുരം എന്ന സ്ഥലത്ത് ഭർത്താവിനൊപ്പം വന്നിറങ്ങുന്ന നവവിവാഹിതയാണ്. അവിടെയൊരു ജാരസംസർഗവും രൂപപ്പെടുന്നുണ്ട്. ഇതാണ് പാണ്ഡവപുരം. 3 സ്ത്രീകളുടെ ഭാവാവിഷ്കാരമാണ് പാണ്ഡവപുരത്തിലെ ദേവി. ദേവിയും ദ്രൗപദിയും ദുർഗയും ഒന്നായിത്തീരുന്ന മലയാളത്തിലെ അപൂർവ സ്ത്രീശക്തിയുടെ ആവിഷ്കാരമാണ് സേതു എഴുതിയ പാണ്ഡവപുരം. ഈ കെട്ടകാലത്ത് പുരുഷകേന്ദ്രീകൃതമായ സമൂഹത്തിന് മൃദുവായ ഇരകൾ എന്നും മണ്ണും പെണ്ണുമായിരുന്നു. ഇതൊക്കെ ഇന്നും ഇക്കോ ഫെമിനിസം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ 45 വർഷങ്ങൾക്ക് മുൻപ് സേതു പാണ്ഡവപുരത്തിൽ എഴുതി വച്ചപ്പോൾ അത് കാണാതെ മിക്ക നിരൂപകരും ജാരന്റെ പുറകെ പോകാൻ മാത്രമാണ് വ്യഗ്രത കാട്ടിയത്. മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള ആദിമ മനുഷ്യന്റെ ചോദനയാണ് എക്കാലത്തും സർഗപ്രതിഭകളെ തങ്ങളുടെ സൃഷ്ടിയുടെ കവാടത്തിലേക്ക് ആനയിക്കുന്നത്. ജൂതന്മാരുടെ കുടിയേറ്റം, കോകില സന്ദേശം, കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാർ, അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഞങ്ങളുടെ ചേന്നമംഗലത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ കണ്ണിയാണ് സേതു. സേതു എന്ന വാക്കിന് തന്നെ അർത്ഥം പാലം എന്നാണ് നമുക്കറിയാം. സേതു ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമുക്കറിയാം വലിയൊരു ബാങ്കറായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിലും വലിയ ഉയരങ്ങൾ താണ്ടി. അത് ആ 2 മലയാളികൾക്ക് എപ്പോഴും വിരുദ്ധങ്ങളായി കണ്ടിരുന്ന 2 വലിയ വ്യത്യസ്ത ലോകങ്ങൾക്കിടയിലുള്ളൊരു പാലമായിരുന്നു സേതു എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അത്രയും സമ്പന്നമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണത്. പാണ്ഡവപുരം എന്ന ആദ്യത്തെ നോവലിലൂടെ വന്ന് പിന്നീട് അദ്ദേഹം കൈമുദ്രകൾ, നിയോഗം, അറിയാത്ത വഴികൾ, ആലിയ, അങ്ങനെ ഒരുപാട് നോവലുകളിലൂടെയും, രാമേട്ടൻ, ദൂത്, തിങ്കളാഴ്ചകളിലെ ആകാശം, പ്രൊഫസർ ഗോപാലൻ, അങ്ങനെ ഒരുപാട് കഥകളിലൂടെയും, വൃശ്ചികത്തിലെ രാത്രി, അങ്ങനെ ഒരുപാട് കഥകളിലൂടെയും, അദ്ദേഹം ഏറ്റവും അടുത്ത കാലത്ത് വന്ന ചങ്ങമ്പുഴ പാർക്ക് പോലുള്ള കഥകളിലൂടെയും ഏറ്റവും ആധുനികമായ ജീവിതത്തിൻ്റെ ഉൾത്തുടിപ്പുകളും അതിനൊപ്പം തന്നെ നമ്മുടെ ഭാരതീയ കഥാ പറച്ചിലിൻ്റെ ഭാഗമായ വലിയ വളരെ വിഭ്രമാത്മകമായ ജീവിത വിശദീകരണങ്ങളും മുന്നോട്ട് വെച്ച ഒരു വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം പക്ഷേ എപ്പോഴും പറയും താൻ എവിടെ പോയാലും ചേന്നമംഗലത്തുകാരനാണെന്ന്. ചേന്നമംഗലം തന്നെ ഞങ്ങൾക്കറിയാവുന്നത് പോലെ ഒരുപാട് കഥകളുടെയും ഉപാഖ്യാനങ്ങളുടെയും നാടാണ് ചേന്നമംഗലത്ത്. ഇതുപോലൊരു വലിയ എഴുത്തുകാരൻ വന്നു എന്ന് പറയുന്നത് അഭിമാനിക്കാവുന്നത് പോലെ തന്നെ വളരെ സ്വാഭാവികമായ ഒരു സംഗതിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ചേന്നമംഗലത്തെ ഇടവഴികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ചേന്നമംഗലത്തുകാരനും സേതുവിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു എഴുത്തുകാരനായി പിൽക്കാലത്ത് പേരെടുത്തില്ലെങ്കിലും മിക്കവാറും ചേന്നമംഗലത്തുകാരെല്ലാവരും കഥ പറച്ചിലുകാരാണ്. വലിയ കഥകളുടെ ഭണ്ഡാരങ്ങളാണ് ഓരോ ചേന്നമംഗലത്തിന്. അവർ വലിയ കഥകൾ പറയുന്നു. എല്ലാ ആളുകൾക്കും സേതു എപ്പോഴും എഴുതിയിട്ടുള്ളതുപോലെ എല്ലാ ചേന്നമംഗലത്തുകാർക്കും ഒരു വളരെ കുസൃതിയുള്ള ഒരു വെളിപ്പേരൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വിചിത്രമായ ലോകമാണ് ചേന്നമംഗലം. അപ്പോൾ ചേന്നമംഗലത്തിൻ്റെ ആ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങളുടെ നാടിൻ്റെ കഥകളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉണ്ടായ വിഭ്രമാത്മകമായ ഒരുപാട് കഥകളും നമ്മുടെ മലയാളത്തിനും പിന്നെ പരിഭാഷകളിലൂടെ ലോകത്തിനും സമ്മാനിച്ച ആ എഴുത്തുകാരനെ പ്രതി ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും രചനകളിലേക്കുമുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. നമസ്കാരം. കടുങ്ങല്ലൂരെ ചില സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വാസ്തവത്തിൽ പോയ കാലം പറയാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരാത്മാകഥ പോലെ എഴുതണം എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. കാരണം അത്ര വലിയ ജീവിതം ഞാൻ ജീവിച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷെ പിന്നീട് ചില സുഹൃത്തുക്കൾ വല്ല നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു, അതായത് താങ്കൾ ഒരു 8 സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, പിന്നെ പല വകുപ്പുകളിലായിട്ടാണ് ജോലി ചെയ്തിരിക്കുന്നത്, വളരെ വ്യത്യസ്തമായ വകുപ്പുകളിൽ ജോലി ചെയ്ത ഒരാൾ. അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമെന്ന് പലരും കരുതി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും. പക്ഷേ പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇവരെല്ലാം കൂടി പറഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വാസ്തവത്തിൽ ഒരു 50ഓളം അധ്യായങ്ങളായി. പൊതുവെ നല്ല പ്രതികരണമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും കാണും, എതിരഭിപ്രായമുള്ളവരും കാണും, സ്വാഭാവികമാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ മലയാള സാഹിത്യത്തിലെ ഏറ്റവും സത്യസന്ധമായ ആത്മകഥകളിലൊന്നാണ്. സേതു എന്ന എഴുത്തുകാരൻ്റെയും ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും വിസ്മയകരമായ ജീവിതം ഇതിൽ ഇതൾ വിരിയുന്നു. ഞാൻ ജനിച്ച് വളർന്നത് ചേന്നമംഗലം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഇവിടെ നിന്ന് ഒരു എനിക്ക് 10-20 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ പഴയ കൊച്ചിയുടെ ഭാഗമാണ്. ചേന്നമംഗലത്തിൻ്റെ നനഞ്ഞ മണ്ണിൽ നിന്ന് അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടാണ് തൻ്റെ സർഗവ്യാപാരം ആരംഭിക്കുന്നത്. തനി നാട്ടിൻപുറമായിരുന്ന ചേന്നമംഗലത്ത് നിന്നാണ് അദ്ദേഹം ലോകത്തിൻ്റെ നെറുകയിലേക്ക് മലയാള സാഹിത്യത്തെ നയിച്ചത്. കുന്നിൻ മുകളിലെ വിഷ്ണു ക്ഷേത്രം, അടിവാരത്ത് 1/2 കിലോമീറ്റർ ചുറ്റളവിലായി ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രദേശത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. ആത്മകഥയിൽ സൂചിപ്പിച്ചതുപോലെ ലോകമെങ്ങും മതത്തിൻ്റെ പേരിൽ ചോര വീണുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്യപൂർവമായ ഒരുമ രൂപം കൊണ്ട് ബില്വാർവട്ടം രാജാവ് കൊടുത്ത മണ്ണിൽ അലോസരങ്ങളില്ലാതെ ഒത്തുതീർപ്പിന്റെ മാതൃകയായി മാറി ചേന്നമംഗലവും കോട്ടയിൽ കോവിലകമെന്ന ഈ ഭൂപ്രദേശവും. അക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലം ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് കൊച്ചിയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. കാരണം അരിയില്ല, അത്യാവശ്യ സാധനങ്ങൾ, പഞ്ചസാരയില്ല, മണ്ണെണ്ണ ഇല്ല. അപ്പോൾ ഒരു പുഴയ്ക്ക് അക്കരെ തിരുവിതാംകൂറാണ്, പറവൂർ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറാണ്. അവിടെ കുറച്ചുകൂടെ ഭേദമാണ് സ്ഥിതി. അപ്പം അങ്ങനെയുള്ള ഒരു ഇല്ലായ്മയുടെ കാലത്താണ് ഞാൻ വളരുന്നത്. കാരണം അക്കാലത്തൊക്കെ സ്ത്രീകൾ മിച്ചം വയ്ക്കുന്ന അരിയൊക്കെ ഒരു വിഷുവിനും ഓണത്തിനുമൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമ്മൾക്ക് ദിവസം ചോറ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അത്ഭുതമാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ പല അവസ്ഥകളും കണ്ടു. പിന്നീട് നമ്മൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കിട്ടി. എന്നാലും വന്ന വഴി മറക്കാതിരുന്നുണ്ട് ഞാൻ. ഏതൊക്കെയോ പടവുകൾ കയറി എവിടെയൊക്കെ എത്തി. അച്ഛൻ്റെ ഉദ്യോഗാർത്ഥം കൈക്കുഞ്ഞായ സേതുവിനെയും കൊണ്ട് അമ്മ പുനയിലേക്ക് വണ്ടി കയറി. ബാല്യകാലം പുനയിലാണ് ചെലവഴിച്ചത്. ചേന്നമംഗലത്തെ പാലിയം സ്കൂളിൽ 2ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടി അദ്ദേഹം തിരിച്ചെത്തി. ചേന്നമംഗലത്തുകാരി എന്നുള്ളതായ ഒരു നിലയിൽ എന്തായാലും എനിക്ക് ആ വലിയ എഴുത്തുകാരനെ പറ്റി 2 വാക്ക് പറയാൻ സാധിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരേ നാട്ടിൽ ഉള്ളവരാകുമ്പോൾ, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാകുമ്പോൾ ഒരേ തരത്തിലുള്ളതായ ആസ്വാദനശേഷിയെല്ലാം ഒരു ചെറുപ്പകാലം ഉണ്ടായിട്ടുണ്ടാവണം. നടന്നു വന്ന വഴികൾ, അദ്ദേഹം നടന്ന വഴികളിൽ കൂടി ഞാനും നടന്നിട്ടുണ്ടാവണം. അദ്ദേഹം പഠിച്ച ക്ലാസ് മുറികളിലെല്ലാം ഞാനും ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതേ അധ്യാപകരുടെ ശിക്ഷണത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതേ പുസ്തകങ്ങളൊക്കെ തന്നെ വായിച്ചു വളർന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ UC കോളേജിലാണ് പഠിച്ചത്. BSc ഫിസിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല. എനിക്ക് ഒക്കെ ഹൈ സെക്കൻഡ് ക്ലാസ്സാണ്. അതിൻ്റെ അടുത്ത് വരെ വരും.
അപ്പം അതുകൊണ്ട് സത്യത്തിലൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ അത് വലിയ നേട്ടമായിട്ട് പറയുകയല്ല. എനിക്കങ്ങനെ സംഭവിച്ചു. ഒരിക്കലും കിട്ടിയില്ല ഫസ്റ്റ് ക്ലാസ്. പിന്നെ BSc ഡിഗ്രി കഴിഞ്ഞു. MScക്ക് ശ്രമിച്ചു. അന്ന് UCയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാർക്ക് പോരാത്തതുകൊണ്ട് അവർ പറഞ്ഞു രക്ഷയില്ല എന്ന് പറയും. ഈ പണ്ട് കാലത്ത് ഈ കൊച്ചിയിലൊക്കെ ചില പരീക്ഷ പാസ്സായി ഡബിൾ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ 18 വയസ്സിലാണ് ഞാൻ ഡിഗ്രി എടുത്തത്. അത് അന്നത്തെ കാലത്ത് വലിയ അത്ഭുതമാണ്. എല്ലായിടത്തും എക്സംഷനാണ്. 10ാം ക്ലാസ് എഴുതാൻ എക്സംഷൻ, ഡിഗ്രി എഴുതാൻ എക്സംഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ആദ്യം കളമശ്ശേരി പോളിടെക്നിക്കിൽ ഞാൻ പിന്നെ കുറച്ച് ഒരു കൊല്ലം വെറുതെ ഇരിക്കണ്ട. കാരണം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. പറഞ്ഞാൽ തന്നെ ആരുമില്ല. അച്ഛനും വലിയ പിടിപാടില്ല, പൂനെയിലുള്ള അച്ഛൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ബാക്കിയുള്ളവർ ചോദിക്കൂ. അപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ട്, തൃശ്ശൂർ ഹെഡ് മാസ്റ്ററാണ്. അങ്ങേര് പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ട് പഠിക്കുന്നതല്ല എന്ന് പറയും. അപ്പോൾ അതിനൊന്നുള്ള എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ തൃശ്ശൂർ കോപ്പറേറ്റീവ് വെറുതെ ഇരിക്കേണ്ടതെന്ന് എഴുതി കോപ്പറേറ്റീവ് കോളേജിൽ ഒരു ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിൽ താമസിക്കാമെന്നുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞു വന്നു. ഞാൻ ആ വഴിയൊന്നും പോയില്ല. പിന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി കളമശ്ശേരി പോളിടെക്നിക്കിൽ ഒരു 4-5 മാസം ജോലി ചെയ്തു. ഭാവിയുടെ ആശങ്കകൾ പങ്കുവച്ച് 19ാം വയസ്സിൽ വീണ്ടും പൂനെയിലേക്ക് വണ്ടി കയറി. പല നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ യൗവനം ഹോമിച്ച എഴുത്തുകാരനാണ് സേതു. പൂനെ, മധ്യപ്രദേശ്, ബോംബെ, തിരുവനന്തപുരം, പട്യാല, ഡൽഹി, അഹമ്മദാബാദ്, കൽക്കട്ട, മദ്രാസ് എന്നീ നഗരങ്ങളിലെല്ലാം പാർത്ത അപൂർവ മലയാളി എഴുത്തുകാരിൽ ഒരാളാണ് സേതു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറോ മൈസൂറോ കിട്ടുമെന്നുള്ള വിചാരത്തിൽ സബ്സിഡറി മതി എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പക്ഷേ SPTക്ക് പകരം എനിക്ക് കിട്ടിയത് പട്ടിയാലയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല. അത് ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്താണ്. പട്ടിയാല എന്ന് പറയുന്ന ഫരീദ് കോട്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഓരോ പോസ്റ്റിങ്ങും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഡൽഹിയിലുള്ള 2 കൊല്ലത്തിനുള്ളിലാണ് ഞാൻ സാഹിത്യം എഴുതാൻ തുടങ്ങിയത്. കാരണം പണ്ടുമൊക്കെ അമ്മ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അമ്മ പണ്ടേ പറയാറുണ്ട് കുട്ടിക്കാലത്ത് ലൈബ്രറിയിൽ അംഗമാകണം, ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ ക്ലാസ് പുസ്തകം എങ്ങനെയൊക്കെ പാസ്സായി നീ പാസ്സാവും ജയിക്കുമെന്നറിയാം. പക്ഷെ അതിനപ്പുറം ലോകം എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ വായിക്കണം. അപ്പം അന്ന് ചെന്നപോലത്തെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ കിട്ടാവുന്ന അന്നൊക്കെ ട്രാൻസ്ലേഷൻസ് മലയാളത്തിൽ ഒരുപാടുണ്ട്, പല ഭാഷകൾ. ഫ്രഞ്ചിൽ നിന്നും റഷ്യയിൽ നിന്നും വന്ന പുസ്തകങ്ങൾക്ക് പുറമെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ അങ്ങനെ ബംഗാളി, പ്രത്യേകിച്ചും ബംഗാളി, താരശങ്കറും ബങ്കിംചന്ദ്രനും ടാഗോറും എല്ലാം. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് നമുക്കൊരു അടിത്തറ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നീട് ഡൽഹിയിൽ അപ്പോൾ ഒരു കേരള ക്ലബ്ബുണ്ട്. കേരള ക്ലബ്ബിൽ വെള്ളിയാഴ്ച തോറും ഒരു മീറ്റിംഗ് ഉണ്ട്. കുറച്ച് എഴുതി തുടങ്ങുന്നവരും സീനിയർ റൈറ്റേഴ്സൊക്കെ വരും. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറഞ്ഞാൽ ഒരു തുടക്കം എന്ന് പറയാം. അപ്പോൾ അന്ന് പ്രധാന സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ OV വിജയനും VK നുമാണ്. അപ്പം അവർ രണ്ടുപേരും VK ഇടയ്ക്കേ വരുള്ളൂ, വിജയൻ മിക്കവാറും വരും. പിന്നെ അന്ന് 3 എഴുതി തുടങ്ങിയിട്ടുണ്ട്. 1966 ബീഹാറിൽ വലിയൊരു വരൾച്ചയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ വരൾച്ച എന്നൊക്കെ കേട്ടിരുന്നത്. പത്രങ്ങളിലൊക്കെ വലിയ കോലാഹലമായിരുന്നു. കാരണം അന്ന് TV ഒന്നുമില്ല. അപ്പോൾ അവിടെ വാസ്തവത്തിൽ എനിക്കൊന്ന് കാണുന്ന താല്പര്യമുണ്ടാകും. അപ്പോൾ എൻ്റെ ഓഫീസിൽ 3-4 ബീഹാറി സുഹൃത്തുക്കളുണ്ടാകും, നല്ല സുഹൃത്തുക്കൾ. പൊതുവെ പാവങ്ങളാണ് അവരവിടുത്തെ ദളിതന്മാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഒന്ന് കറങ്ങാൻ പോയി. പാറ്റ്നയിൽ നിന്ന് കുറേ ദൂരെ ചില ഗ്രാമങ്ങളിൽ, ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഈ സോൻ നദി എന്ന് പറയുന്ന നദി അവരുടെ പ്രധാന നദിയാണ്. അതൊക്കെ വറ്റി വരണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കുക, ഒരു മൈതാനം പോലെ കിടക്കാം. അവിടെ എങ്ങും വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല, കുളമെന്ന് പറഞ്ഞാൽ ഇല്ല.
പുഴ വരണ്ട് കിടക്കുന്നു, പിന്നെ അങ്ങനെ വെള്ളം കിട്ടും. അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ അന്നത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ വെള്ളം കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നത് 10 നാഴി അപ്പുറം എന്നാണ്. അപ്പോൾ അവിടെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ രാത്രി ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാനൊരു ലേഖനം പോലെ അപ്പോൾ കുറിച്ചിടാൻ തുടങ്ങി. അപ്പോൾ ഈ കഥ എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് കേരള ക്ലബ്ബിൽ പോയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അവിടെ ഓരോരുത്തർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് കണ്ടമാനം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ കുറിക്കാൻ തുടങ്ങി. ഒരു വയസ്സിനെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് ഒരു നീണ്ട കുറിപ്പ്. അത് പിന്നീട് എനിക്ക് തോന്നി അവിടെ ഇവിടെയൊക്കെ ചില മാറ്റമൊക്കെ വരുത്തിയപ്പോൾ തോന്നി കൊള്ളാമല്ലോ, നോക്കിക്കളയാന്ന്. അപ്പോൾ അന്ന് വലിയ ചങ്കൂറ്റമാണ്. കേരള ക്ലബിലൊക്കെ പോകുന്ന ഒരാളാണ്. ഞാൻ മാതൃഭൂമിയിൽ MTക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ MT കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ അക്കാലത്തൊക്കെ കേട്ടിരുന്നത് അവിടെ എന്തെങ്കിലും പരിചയമാണ്, കോഴിക്കോട് പരിചയം. ഞാൻ കോഴിക്കോട് നഗരത്തിൽ പോയിട്ടുമില്ല. പിന്നെ ഒരു വെറും ധൈര്യത്തിൻ്റെ പേരിൽ MT വാസു എന്നവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ദിവസമായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇന്നൽ ലെറ്ററോ കാർഡോ എന്തോ വരുന്നു, ഇന്നൽ ലെറ്ററാന്ന് തോന്നണം. കഥ വായിച്ചു, നന്നായി, 2 വരി പ്രസിദ്ധീകരിക്കാൻ മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇത് വായിച്ചിട്ട് വാസ്തവത്തിൽ ഹിമാലയത്തിൻ്റെ മുകളിലായി. വിശ്വസിക്കാൻ വയ്യ. ചുമ്മാ ആദ്യമായിട്ട് കുറിച്ച് അയച്ചത്. അത് വസുദേവൻ നായരെ പോലെ അറിയപ്പെടുന്ന ഒരാൾ. അന്ന് അദ്ദേഹത്തിന് ഇത്ര ഇന്നത്തെ താരമൂല്യം ഇല്ലെങ്കിലും അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ആളാണ്. 60കളിലെ ബീഹാറിലെ വരൾച്ചയെ പ്രമേയമാക്കിക്കൊണ്ട് സേതു എഴുതിയ ദാഹിക്കുന്ന ഭൂമി എന്ന ആദ്യ കഥ തന്നെ പാൻ ഇന്ത്യൻ വിഷനോടുകൂടി തന്നെയാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ദാഹിക്കുന്ന ഭൂമി എന്ന കഥയിൽ നിന്നും ഞങ്ങൾ അടിമകൾ, ഹനുമാൻ കുന്ന്, നനഞ്ഞ മണ്ണ് എന്നീ നോവലുകളിലൂടെ സേതു മലയാള സാഹിത്യത്തിൻ്റെ പടികൾ കയറി തുടങ്ങി. കഥകളിലൂടെയും നോവലുകളിലൂടെയും വളരുന്ന സേതു ആധുനികതയുടെ മധ്യാഹ്നം മലയാളിക്ക് കാണിച്ചു തന്നു. സേതുവിൻ്റെ പാണ്ഡവപുരം മലയാളിയെ എക്കാലത്തും വിസ്മയിപ്പിക്കുന്ന ഫാൻറ്റസി നിറഞ്ഞ ആധുനിക നോവലാണ്. സേതു ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാൽപ്പനികതയിൽ നിന്ന് ഇതിനെ സാഹിത്യത്തെ, ഭാഷയും സമീപനങ്ങളെയും അന്ന് വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന കാൽപ്പനികതയുടെ ഭാഗങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തു, പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കാൽപ്പനികതയിൽ നിന്നുള്ള ആദ്യത്തെ പരിണാമമായിരുന്നു ആധുനികത ഉണ്ടാക്കിയത്, ആദ്യത്തെ വഴിത്തിരിവ്. ഇന്നിപ്പോൾ പുതിയ തലമുറ ചെറുപ്പക്കാർ അതിൽ നിന്നും കൂടി അപ്പുറത്തേക്ക് കാൽപ്പനികതയിൽ നിന്നുള്ള അകലം സൃഷ്ടിച്ചു. അത് ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷം വന്നിന്നുള്ള ചെറുപ്പക്കാരും. പക്ഷേ അന്ന് അതായിരുന്നു. അതൊരു വശത്ത്. മറുവശത്ത് സ്വീകരിക്കുന്ന വിഷയങ്ങൾ ഈ ഒരു അതിനെന്താ ഒരു ആന്തരിക ബോധം ആയിരുന്നു അതിനകത്ത് കൂടുതലുണ്ട്. അന്തർമുഖത്വം എന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെയുള്ള കഥാപാത്രങ്ങളും അവനവനിലേക്ക് ഈ സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹിക പ്രശ്നങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വൈകാരിക പ്രശ്നങ്ങളെക്കാളേറെ സേതു ഈ ഒരു അകന്നു നിന്ന് നോക്കിക്കണ്ട് വിശകലനം ചെയ്യുന്ന ഒരു സമീപനത്തോടെയാണ്. അതേസമയം സേതുവിൻ്റെ ക്യാരക്ടേഴ്സുമായിട്ട് സേതു വളരെയധികം ഒന്ന് ചേർന്ന് ഇണങ്ങിച്ചേർന്ന് അവരെപ്പോലെ തന്നെ അല്ലെങ്കിൽ അവരെപ്പോലെ തന്നെ ചിന്തിച്ച് ഉള്ള ഒരു എഴുത്തും വൈകാരികമായിട്ടുള്ള എഴുത്തും ചെയ്തു. അത് റൊമാൻറ്റിക് ആയിരുന്നില്ല എന്ന് മാത്രം. പാണ്ഡവപുരത്തിന് ശേഷം നിരവധി നോവലുകൾ സേതു രചിച്ചിട്ടുണ്ട്. കൈമുദ്രകൾ, വിളയാട്ടം, നിയോഗം, അറിയാത്ത വഴികൾ, അരുന്ധതിയുടെ വിരുന്നുകാരൻ, അടയാളങ്ങൾ, ആറാമത്തെ പെൺകുട്ടി, മറുപിറവി, ആലിയ തുടങ്ങിയ ഓരോ കൃതികളും മലയാള സാഹിത്യത്തിന് ലഭിച്ച വരദാനങ്ങൾ തന്നെയാണ്. സേതുവിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തിയും സൗന്ദര്യവും ആർജവവും ഒന്നായിത്തീരുന്ന കഥാപാത്രങ്ങളാണ് അടയാളങ്ങളിലുള്ളത്. അടയാളങ്ങളിലെ പ്രിയംവദാ മേനോനും മകൾ നീതുവും രേവതിയും ആലീസും മീരയും കാവേരിയും നിവേദിതയുമെല്ലാം പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ്. എന്നോട് കുഞ്ഞബ്ദുള്ള തമാശയോട് ചോദിക്കാറുണ്ട്,
സേതു എന്താ ഈ പുരുഷന്മാരെ സൃഷ്ടിക്കാതെ? കുഞ്ഞബ്ദുള്ള പല കഥാപാത്രങ്ങളും ശക്തരായ പുരുഷന്മാരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിൽ അമ്മ, സ്ത്രീ, മണ്ണ് എന്നൊക്കെ പറയുന്ന ഭൂമി എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ട്. നമ്മൾ ദേവിയെ ആരാധിച്ച് വളർന്നവരാണ്. ശിവൻ്റെ വിഷ്ണുവൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കാണുന്ന സമ്പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. കാരണം അച്ഛനൊക്കെ വെളിയിലായിരുന്നു. എന്നെ സ്നേഹിക്കാനും വഴക്ക് പറയാനും തലൊല്ലിക്കാനും ഒക്കെ അമ്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അത് തമിഴിലെ ഒരു ക്രിട്ടിക്ക് എഴുതി മലയാളത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് സേതുവാണ്. സുജാത എന്ന് പറഞ്ഞ എഴുതുന്ന ഒരു റൈറ്ററുണ്ട്. അങ്ങേര് സുജാത എന്ന് പറഞ്ഞ പെന്നേമാണ്, അങ്ങേര് പുരുഷനാണ്. അപ്പോൾ അങ്ങേര് പറഞ്ഞ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് സേതുവാണ്. തമിഴിൽ എൻ്റെ നോവൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുള്ള മറുപടി, നമ്മൾ വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുമോ ഏരിയയുടെ ഒപ്പം നിൽക്കുമോ എന്നുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ സ്ത്രീ എവിടെ നിൽക്കുന്നു? നമ്മൾ വലിയ ഗംഭീരമാണ്, സ്ത്രീയാണ്, മാതാവാണ്, എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൽക്കട്ടയിൽ ഇപ്പോൾ ദേവി പൂജ, കാളി പൂജ ഇതൊക്കെ പറയുമെങ്കിലും ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകൾ തന്നെയാണ് ഇന്ത്യയിൽ. ഇപ്പം ഏറ്റവും നമ്മൾ കേരളം എന്ന് പറയുന്ന അങ്ങേയറ്റം സാക്ഷരതയുണ്ട്, അവബോധമുണ്ട്, നമ്മളെന്താ നവോത്ഥാനമുണ്ട്. ഇവിടുത്തെ സ്ത്രീ സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, തീരെ തോന്നുന്നില്ല. ഇപ്പം ബോംബെയിലെ ഒരു സ്ട്രീറ്റിൽ രാത്രി കിട്ടുന്ന സുരക്ഷിതത്വം പോലും ഇന്ന് കൊച്ചി കിട്ടില്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങൾ, ലഹരിയാവാം, അതൊക്കെ. അപ്പോൾ എത്ര കേസുകളാണ് നമ്മൾ പത്രം എടുത്താലും ടി വി എടുത്താലും പാവപ്പെട്ട പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട കേസുകൾ. അപ്പം നമ്മൾ ഇത്രയും ബോധമുള്ള സമൂഹത്തിൽ എന്താ പറയുന്നത്, നമ്മൾ വലിയ സോഷ്യലായിട്ടുള്ള അവയർനെസ്സുള്ള സമയത്ത് പോലും ഇത് സുരക്ഷിത അല്ലെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി നോക്കുക. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ബീഹാർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ബീഹാറിൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുമായിരുന്നു സ്ത്രീകളുടെ. ഇപ്പോൾ ഉന്നാവ് പോലെ യു പിയിലാണ് നടന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നമ്മൾക്ക് അത്ഭുതമല്ല, അവിടെ നടക്കാറുണ്ട്. കേരളത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഓരോ പീഡന കേസുകളും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പല കഥാപാത്രങ്ങളും ശക്തരായ സ്ത്രീകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മലയാള കഥാസാഹിത്യത്തിലെ ഒരു വ്യത്യസ്തമായ മേഖലയാണ് സേതുവിൻ്റെ കഥാപ്രപഞ്ചം എന്ന് തീർച്ചയായിട്ടും പറയാം. അതിലൂടെ ആഖ്യാനം ചെയ്യപ്പെടുന്ന ജീവിതം, ഇപ്പോൾ ജീവിതമൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ട ജീവിതമായിരിക്കാം. മധ്യ കേരളത്തിൻ്റെ, നമ്മുടെ കൊച്ചിയുടെ, പറവൂരിൻ്റെയും ചേന്നമംഗലത്തിൻ്റെയും ഒക്കെ ജീവിതം. അല്ലെങ്കിൽ അദ്ദേഹം പലയിടങ്ങളിലും പോയി സഞ്ചരിച്ച് ഔദ്യോഗികാർത്ഥം പല മേഖലകളിലൊക്കെ പോയി ഇന്ത്യയിലെ തന്നെ പല നഗരങ്ങളിലൊക്കെ ജോലി ചെയ്ത ആളാണ് സേതു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആധുനിക ജീവിതത്തെ അദ്ദേഹത്തിന് സംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേന്നമംഗലത്തെ ജീവിതവും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ദൂത് എന്ന് പറയുന്ന കഥ, അത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ തന്നെ ഒരു വേറിട്ട കഥയാണെന്ന് പറയും. നല്ല കഥയാണത്. ഒരു നാട്ടുകാരുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവിടെ ചെല്ലുന്ന ഒരാളാണ് ദൂതനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ ദൂതൻ്റെ മുമ്പാകെ തൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കാൻ ചെല്ലുന്ന ആ ദൂതൻ്റെ മുമ്പാകെ ആ കാരണവർ, നമുക്ക് അത് നമ്മുടെ മനസ്സിലൊരു കാരണവർ, ചേന്നമംഗലത്തും പറവൂരും അതിനപ്പുറത്ത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുടയൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന എത്രയോ കാരണവന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ആ കാരണവരെ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് അതേ നിസ്സംഗതയോടെ തൻ്റെ വേദനകളും തൻ്റെ വിഷമങ്ങളും തൻ്റെ ദുഃഖങ്ങളും തൻ്റെ അനാഥത്വവും ഒറ്റപ്പെടലും ഒക്കെ തന്നെ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ആ ഒരു ജീവിത സമീപനമുണ്ടല്ലോ, ആ ഒരു ജീവിത സമീപനത്തെ സമർത്ഥമായിട്ട് അത് പിന്നീട് നമ്മുടെ മറ്റ് പല കഥകളിലും നഗരജീവിതത്തിൻ്റെ ആവിഷ്കാരമായിട്ട് ഒക്കെ തന്നെ ആവിഷ്കരിക്കാൻ സേതുവിന് വളരെ കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. സ്വന്തം ജന്മനാടായ പറവൂരും ചേന്നമംഗലവും തൻ്റെ കൃതികളിൽ സേതു അടയാളപ്പെടുത്തി. പറവൂരിൻ്റെ അതിദീർഘമായ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രബലമായ
സാന്നിധ്യങ്ങളിലൊന്നാണ് സേതു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സേതുമാധവൻ. നമ്മുടെ മലയാള ഭാവനയുടെ ആധുനിക ഘട്ടത്തിൻ്റെ ചരിത്രം സേതുവിൻ്റെ പേരോടുകൂടി അല്ലാതെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരാ പ്രവണതകളിൽ നിന്ന് ഒട്ടൊക്കെ വേറിട്ട് മാറി മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന ആഴമേറിയ ചോദ്യങ്ങളിലേക്കും മനുഷ്യാവസ്ഥയെ വലയം ചെയ്യുന്ന വിഭ്രമങ്ങളിലേക്കുമൊക്കെ തൻ്റെ ഭാവനാ ലോകത്തെ കടത്തിക്കൊണ്ട് ചെന്ന് കേരളീയ ഭാവനയ്ക്ക് പുതിയൊരു പ്രകാരവും പുതിയൊരു സ്വരൂപവും നൽകുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരെഴുത്തുകാരനാണ് സേതു. നമ്മുടെ മൊഡേണിസത്തിൻ്റെ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേരുകൂടി ചേർത്തുകൊണ്ടല്ലാതെ നമുക്ക് ഒരു നിലയ്ക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ സേതുവിൻ്റെ അഭാവത്തിൽ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ഭാവനാ ലോകം താരതമ്യേന വളരെ ചെറുതായി തീരുമായിരുന്നു എന്നും ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെ മൊഡേണിസത്തിൻ്റെ ഒരു പ്രതലത്തിൽ നിന്ന് ആരംഭിച്ച സേതു മൊഡേണിസത്തിൽ അവസാനിക്കുകയല്ല ചെയ്തത് എന്ന കാര്യം കൂടി നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. നാട്ടുചരിത്രത്തിലേക്കും പ്രാദേശികമായ ജീവിതത്തിലേക്കുമൊക്കെ തൻ്റെ രചനാജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട 2 നോവലുകൾ മറുപിറവിയും അതുപോലെ ആലിയ എന്ന നോവലും കേരളീയ ചരിത്രത്തിൻ്റെയും പറവൂരിൻ്റെയും പരിസരത്തിൻ്റെയും സാംസ്കാരിക ചരിത്രത്തിൻ്റെയും രേഖാചിത്രങ്ങൾ എന്ന നിലയ്ക്ക് കൂടി പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ നോക്കിയാൽ പാണ്ഡവപുരം പോലൊരു നോവലിലൂടെ മനുഷ്യ മനസ്സിൻ്റെ ആന്തരികതകളെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങി ആലിയയിലെത്തുമ്പോൾ ലോകാന്തരങ്ങളിലേക്കുള്ള മലയാളിയുടെ ജീവിത സഞ്ചാരങ്ങളുടെ കഥ വരെ പറയുന്ന അതിവിപുലമായ ഒരു സഞ്ചാരപഥം സേതുവിൻ്റെ രചനാലോകത്തിലുണ്ട്. ആ രചനാലോകം അതുകൊണ്ട് തന്നെ ഒരേ സമയം പറവൂരിൽ വേരുറപ്പിച്ച് നിൽക്കുകയും മലയാള ഭാവന ചെന്നെത്തിയ എല്ലാ വിധാനങ്ങളെയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒന്നായി മാറുന്നു. ആ നിലയിൽ തൻ്റെ സവിശേഷമായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രാനുഭൂതിയുടെ ഭാഗമായിരിക്കെ തന്നെ അതിനെ അതിവർത്തിച്ച് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാളായി അദ്ദേഹം മാറിത്തീർന്നതിൻ്റെ ചിത്രമാണ് സേതുവിൻ്റെ രചനാലോകം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. മറുപിറവി, ആലിയ എന്നിവ സ്വന്തം ദേശത്തിൻ്റെയും ആത്മാവിൻ്റെയും കഥ പറയുന്ന കൃതികളാണ്. മുരിജി അഥവാ ഇന്നത്തെ മുസിരിസ് പട്ടണത്തിൻ്റെ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രവും മിത്തും ഭാവനയും ഇടകലർത്തി രചിച്ച നോവലാണ് മറുപിറവി. പിറന്ന നാടിൻ്റെ സ്വത്വം തേടിയുള്ള എഴുത്തുകാരൻ്റെ യാത്രയാണിത്. അരവിന്ദൻ എന്ന തൻ്റെ നായക കഥാപാത്രത്തിലൂടെ സേതു ജന്മദേശത്തിൻ്റെ വേരുകൾ തേടിപ്പോവുകയാണ്. ആലിയായിൽ തേടുന്നത് പഴയ ജൂത പാരമ്പര്യത്തെ തന്നെയാണ്. മലയാളത്തിലെന്നല്ല ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഒരുപക്ഷെ ഇന്റർനെറ്റിൻ്റെയൊക്കെ വരവിന് വളരെ മുമ്പ് അത് പ്രമേയമാക്കിക്കൊണ്ട് ഒരു വർക്ക് ഓഫ് ഫിക്ഷൻ എഴുതിയ ആള് സാറാണ് തിങ്കളാഴ്ചകളിലെ ആകാശം. അപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറ വളരെ അത്ഭുതത്തോടെയാണ് പിന്നീട് ഇന്റർനെറ്റ് വന്നപ്പോൾ ഈ കഥയെ പറ്റി ഓർത്തതും വായിച്ചതും. അത് എഴുതാനുണ്ടായ ഒരു എന്താ പറയാ, പഴയ ഭാഷ പറഞ്ഞ ചേതോവികാരം എന്നൊക്കെ പറയും. അതല്ല, വാസ്തവത്തിൽ അതിൻ്റെ ഒരു സൂചന ആദ്യം കിട്ടിയത് ഈ ഡാവോസിൽ ഒരു അന്താരാഷ്ട്ര എപ്പോഴും ഒരു സമ്മിറ്റ് നടക്കുമല്ലോ. അക്കൊല്ലത്തെ തലേക്കൊല്ലത്തെ സമ്മിറ്റിൽ ആരോ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിൽ പറയുന്നത്, നിങ്ങൾ ഇപ്പം കാണുന്ന ലോകമല്ല, ഇനി വേറൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത വേറൊരു ലോകം ഉണ്ടാകാൻ പോകുന്നു. അപ്പം ചോദ്യങ്ങൾ വന്നു സ്വാഭാവികമായിട്ട്. അവിടെയൊക്കെ വളരെ ഇൻട്രാക്റ്റീവ് ആണ് ഇതെല്ലാം. അപ്പോഴാണ് ഇയാൾ പറയുന്നത് സാറ്റലൈറ്റിൽ നിന്ന്, അപ്പോൾ അയാൾ പറയുന്നത് എന്താ, അമേരിക്കൻ പ്രസിഡന്റ് തോട്ടത്തിൽ നടക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന് അയാളുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചിരിച്ചു, എന്തത്ഭുതം. അപ്പോൾ പറയാണ്, ഉപഗ്രഹങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഇനിയുള്ള ലോകത്ത് വലിയവനോ ചെറിയവനോ രക്ഷപ്പെടാൻ കഴിയില്ല.
അപ്പോഴാണ് ഇതിന് ഇപ്പം എനിക്ക് ആലോചിച്ചപ്പോൾ എഴുത്തുകാരൻ്റെ മനസ്സിൽ എവിടെ അത് കൊളുത്തും. അപ്പോഴാണ് ഇങ്ങനെയൊരു കുസൃതി പോലെ തിങ്കളാഴ്ചകളിലെ ആകാശം എവിടെ ഇരിക്കുന്ന നീഗ്രോ ഒരു സ്ത്രീ അമ്പലത്തിൽ പോകുന്ന സ്ത്രീയെ കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം, ഫിക്ഷൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കൊളുത്തി എഴുതി. അത് ഞാൻ ഇന്ത്യ ടുഡേയുടെ മലയാളം ഉണ്ടായിരുന്നു, അതിലാണ് അത് ഗംഭീര കഥകൾ വന്നിട്ടുള്ളത്. 90കളുടെ പകുതിയിൽ ആരംഭിച്ച സൈബർ സ്പേസിനെ കുറിച്ച് ആദ്യം എഴുതുന്ന എഴുത്തുകാരിൽ ഒരാളാണ് സേതു. സൈബർ സ്പേസിൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒട്ടും ദൂരമില്ലാതിരിക്കെ വെളുത്ത കട്ടകളുടെ മുൻപിൽ വിടർന്ന കണ്ണുകളോടെ ഇരിക്കുന്ന കുട്ടി ഈ പ്രപഞ്ചത്തെ ആകെയാണ് തേടുന്നത്. അതിഗൗരവമേറിയ എഴുത്തിനോടൊപ്പം തന്നെ ബാലസാഹിത്യരചനയിലും അദ്ദേഹം തൻ്റെ പാടവം തെളിയിച്ചിട്ടുണ്ട്. ചേക്കുട്ടിപ്പാവ എന്ന കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബാലസാഹിത്യ കൃതിയാണ്. നാഷണൽ ബുക്സ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ സേവനം വളരെ നിസ്തുലമാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം NBTAയെ പ്രാപ്തമാക്കി. മലയാള സാഹിത്യത്തിന് ലഭിക്കുന്ന ഏറ്റവും പരമോന്നതമായ എഴുത്തച്ഛൻ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ സേതുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രീ സേതുവിന് എല്ലാവരുടെയും നിറഞ്ഞ സന്തോഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കാലത്തിലും പുതിയ പുതിയ മാനങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ശരിയായ ഒരു തീരുമാനമാണ് സാഹിത്യ അക്കാദമി എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മലയാളിയെ സംബന്ധിച്ചേറെ അഭിമാനകരമായ ഈ പുരസ്കാരം ഏറ്റവും അർഹമായ കൈകളിലേക്ക് തന്നെയാണ് എത്തിയത് എന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. അങ്ങനെ മലയാളികളെ പല തലങ്ങളിൽ നിന്ന് സ്വാധീനിച്ച, ഒരുപക്ഷെ വൈകി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അംഗീകാരം ശ്രീ സേതു എന്ന നമ്മൾക്കെല്ലാവർക്കും അഹങ്കരിക്കാൻ കഴിയുന്ന കൊച്ചിയുടെ കൂടി എഴുത്തുകാരൻ അദ്ദേഹത്തിന് ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി സമർപ്പിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. 6 പതിറ്റാണ്ടോളം നീളുന്ന സജീവമായ സാഹിത്യ പ്രവർത്തനത്തിനിടയിൽ മലയാള കഥയ്ക്കും നോവലിനും അതിമഹത്തായ സംഭാവനകൾ നൽകിയ നമ്മുടെ കാലഘട്ടത്തിലെ വലിയ എഴുത്തുകാരനാണ് സേതു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ആയിരത്തി 1970 കടുങ്ങല്ലൂരിലെ രാജലക്ഷ്മിയെ വധുവായി സ്വീകരിച്ചുകൊണ്ട് സേതു കടുങ്ങല്ലൂരിൻ്റെയും പ്രിയ എഴുത്തുകാരനായി മാറി. ചേന്നമംഗലത്തെ ആണേലിൽ തറവാട്ടിൽ അമ്മിണിയമ്മയുടെയും ഗോവിന്ദപിള്ളയുടെയും മകനായി 1942 ജൂൺ 5 ജനിച്ച സേതുമാധവൻ എന്ന സേതു ഇന്ന് കടുങ്ങല്ലൂരിലെ ശ്രീകോവിലിൽ ഭാര്യയായ രാജലക്ഷ്മിയോടൊത്ത് ജീവിതം നയിക്കുന്നു. 2 ആൺമക്കളും പേരക്കുട്ടികളുമായി ജീവിതത്തെ നിറകൺ ചിരിയോടെ നയിക്കുന്ന അദ്ദേഹം
ദേശകാലങ്ങൾക്കതീതനായ സേതു എന്ന എഴുത്തുകാരനായി ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. MT പറഞ്ഞതുപോലെ ഈ സർഗാത്മക പ്രവർത്തനമെന്ന് പറയുന്നത് ഒരു തീർത്ഥാടനം പോലെയാണ്. അതിൽ തീർത്ഥാടകർ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചിലതെല്ലാം ചെയ്യുന്നു. അതൊരു വശം. അതല്ലാതെ എത്രയോ കാലമായി ആളുകൾ നടന്നുപോയ വഴിയല്ലാതെ അപ്പുറത്തും ചില വഴികൾ കണ്ടേക്കാം. ആ പ്രതീക്ഷയോടുകൂടി സഞ്ചരിക്കുകയും തൻ്റെ തീർത്ഥാടന ലക്ഷ്യമായ സ്ഥലത്തെത്തിയിട്ട് പുതിയ ചില ആരാധനാക്രമങ്ങൾ കണ്ടെത്തുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അതാണ് സേതുവെന്ന എഴുത്തുകാരൻ്റെ പ്രത്യേകത.